ഹലോ നമസ്കാരം, എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല വെറൈറ്റി ടേസ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. നമ്മളുടെ ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു റാഫാലോ കേക്കാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല ഡ്രൈയും ക്ലീനും ആയിട്ടുള്ളൊരു ഗ്ലാസ് ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പൊക്കത്തൊരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് 1/4 കപ്പ് തന്നെ അളവിൽ ആൽമണ്ട് ഫ്ലോർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ബദാം പൊടിയാണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കടയിൽ മേടിക്കാൻ കിട്ടും. കിട്ടുന്നില്ലെങ്കിൽ ഞാൻ കുറച്ച് ബദാം എടുത്ത് വെള്ളത്തിൽ കുതിർത്തിട്ട് തൊലി കളഞ്ഞ് നല്ലപോലെ ഒന്ന് ഉണക്കി വെയിലത്ത് വെച്ചോ മൈക്രോവേവിൽ വെച്ചോ ഉണക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. മിക്സിയിൽ നിർത്തി പൊടിച്ചെടുത്താൽ നല്ലപോലെ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറാണ്. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരിച്ചെടുക്കണം. പിന്നെ നമ്മളുടെ ബദാം ആൽമണ്ട് ഫ്ലോർ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ മിക്സിയിൽ ഒരുപാട് നേരം ഇട്ടടിച്ച് കഴിഞ്ഞാൽ ആൽമണ്ട്സിൽ നിന്ന് എണ്ണ ഇറങ്ങും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് നല്ലപോലെ ഇങ്ങനെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം ഈ മിക്സ് എല്ലാം കൂടി. ഇത് നല്ല യൂണിഫോമായിട്ട് മിക്സ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കട്ടകളുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് ഫ്ലോറിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഡയറക്റ്റ് അത് ഫ്ലോറിലേക്ക് ചേർക്കരുത്. അപ്പോൾ കേക്കിൻ്റെ ടെക്സ്ചർ നല്ലതുപോലെ വരില്ല. അപ്പോൾ ഇത് ഞാനൊരു 3 പ്രാവശ്യമാണ് അരിച്ചെടുക്കുന്നത്. 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇത് മാറ്റി വെക്കുക. ഇതാണ് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് തയ്യാറാക്കാനായിട്ട് വേറൊരു ബൗൾ എടുക്കുക. അതും ഒട്ടും വെള്ളമയോ ഇല്ലാത്തത് നല്ല ക്ലീനും ഉള്ളൊരു ബൗളായിരിക്കണം. അതിലേക്ക് 3 മുട്ടയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്യണം. മുട്ട എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ എഗ് വൈറ്റ് ആണ് ആദ്യം എടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് ബീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഹാൻഡ് ബീറ്ററോ ബ്ലെൻഡറോ എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലപോലെ എളുപ്പത്തിൽ കിട്ടും. ഇപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ ആ ഒരു പീൽ കളറൊക്കെ മാറി, കളർലെസ് കളറൊക്കെ മാറി ഇപ്പോൾ ഒരു വെള്ള കളറായിട്ട് വരുന്നുണ്ട്. ഇതൊരു ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി ഇത് നമ്മൾ ഇങ്ങനെ കുറച്ചൊന്ന് പതപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിച്ച പഞ്ചസാരയുടെ അളവ് 1/2 കപ്പാണ്. അതൊരു 2-3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒറ്റ പ്രാവശ്യമായിട്ട് പഞ്ചസാര ചേർക്കരുത്. അപ്പോൾ അത് നല്ലപോലെ അലിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് വേണം ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മളുടെ മുട്ടയുടെ വെള്ളം നല്ലൊരു ക്രീം പരുവത്തിലായി. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇത് മൈൽഡ് വാനില എസൻസ് ആയതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുക. നാരങ്ങനീര് ചേർത്ത് കൊടുത്താൽ നമ്മളുടെ കേക്കിന് മുട്ടയുടെ ഒരു ഉളുമ്പ് മണമൊന്നും ഉണ്ടാവത്തില്ല. എന്നിട്ട് ഈ മുട്ടയുടെ മഞ്ഞ നല്ലതുപോലെ വിസ്ക് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ഒരുപാട് അങ്ങോട്ട് പതഞ്ഞൊന്നും കിട്ടത്തില്ല, പക്ഷേ ഇതിൻ്റെ കളറൊന്ന് ലൈറ്റ് കളറാവും. ഈ ഒരു കളറാവും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒന്നിച്ച് ചേർക്കരുത്. 2-3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഒരുപാട് അങ്ങോട്ട് ഇട്ട് ബലം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇട്ട് മിക്സ് ചെയ്യരുത്. കണ്ടില്ല, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. വളരെ പതുക്കെ. ഞാനിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടത് കൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് തോന്നുന്നത്. വളരെ പതുക്കെ തന്നെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ മുട്ടയുടെ മഞ്ഞയും വെള്ളയും എല്ലാം കൂടി ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ മാത്രം പശുമ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലാണ് കൂടുതൽ നല്ലൊരു ഫ്ലേവർ തരുന്നത്. ഇത് റഫാലോ കേക്ക് ആയതുകൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. മണമില്ലാത്ത ഏത് റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കുക, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. പതുക്കെ വേണം കേട്ടോ ഫോൾഡ് ചെയ്യാൻ, ഒരുപാട് ഹാഷായിട്ടിട്ട് മിക്സ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സാണ്. അത് ഒറ്റ പ്രാവശ്യമായിട്ട് ചേർക്കരുത്, 2-3 തവണകളായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുത്ത് അത് നല്ല യൂണിഫോമായിട്ട് മിക്സ് ആയ ശേഷം മാത്രം അടുത്ത കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 4 പ്രാവശ്യമായിട്ട് ചേർത്തിട്ടാണ് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ നല്ലതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി മിക്സ് ചെയ്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒരു കേക്ക് മോൾഡിലേക്ക് മാറ്റുകയാണ്. ഇതൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ്. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കേക്ക് മോൾഡ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഈ കേക്ക് മോൾഡിൽ താഴത്തൊരു ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലും താഴത്തും എല്ലാം നല്ലപോലെ ബട്ടർ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബാറ്റർ മൊത്തത്തിൽ കേക്ക് മോൾഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു സ്ക്യൂർ വെച്ച് അത് ഒന്ന് വരഞ്ഞ് ആ ബാറ്ററിൽ ഒന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ക്രോസ് ആയിട്ട് വരഞ്ഞിട്ട് നല്ലപോലെ ടാപ്പ് ചെയ്യാണ്. ഇത് ടാപ്പ് ചെയ്യുന്ന ഇതിൻ്റെ ഉള്ളിൽ എൻട്രാപ്പ് ചെയ്തേക്കുന്ന എയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാനാണ്. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ്
ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഓവൻ ആണെങ്കിൽ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യുക. ഇതുപോലത്തെ പോട്ട് സെറ്റപ്പ് ആണെങ്കിൽ അതും ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇപ്പോൾ ഇതാ കേക്ക് മോൾഡ് ഇറക്കി വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ മുകളിൽ ലിഡിൽ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, അതിനുശേഷം 50 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചപ്പോഴാണ് എനിക്ക് കേക്ക് ബേക്കായി കിട്ടിയത്. അപ്പോൾ ഈ കേക്ക് സ്ക്യൂവർ വെച്ച് ചെക്ക് ചെയ്ത് സ്ക്യൂവർ ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ കേക്ക് ബേക്ക് ആണെന്നർത്ഥം. ഞാൻ ആ സ്റ്റെപ്പ് എടുത്തില്ല, കാരണം എല്ലാ കേക്കിലും കാണിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഇതാ ഞാൻ കേക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ ഡീമോൾഡ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സാധാരണ കേക്ക് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഇത് കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് നല്ല ടെക്സ്ചറിലും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യണം. ഞാനിവിടെ ഒരു കത്തി ഉപയോഗിച്ചാണ് കട്ട് ചെയ്യണം. അതിനിതാ കേക്കിൻ്റെ ഒരു ടേൺ ടേബിളിൽ വെച്ചിട്ട് കേക്ക് അനക്കാതെ ടേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ചുറ്റോട് ചുറ്റും വരഞ്ഞു കൊടുത്തിട്ട് പിന്നെ കത്തി നല്ലപോലെ ആ ഹോളിൽ കൂടെ ഒന്ന് അമർത്തിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി പിന്നെ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം ഞാൻ. അപ്പോൾ 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ ചെയ്യാം. അതിനായിട്ട് ഉള്ളിൽ ഫില്ലിങ്ങിനായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സാണ് എടുത്തേക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് എടുത്തത്. പിന്നെ ഷുഗർ സിറപ്പിന് പകരം തേങ്ങാപ്പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി, ഒരു 2-ാം പാൽ കൺസിസ്റ്റൻസിൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്താണ് എടുത്തേക്കുന്നത്. റഫലോ കേക്ക് ആയതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ്. പിന്നെ ടേൺ ടേബിളിൻ്റെ പുറത്തൊരു കേക്ക് ബോർഡ് വെച്ച് കുറച്ച് ക്രീം തേച്ചിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് വെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ കോക്കനട്ട് മിൽക്കിൻ്റെ മിക്സ്ചർ ഉപയോഗിച്ച് നല്ലതുപോലെ വെറ്റ് ചെയ്യുക. ഇത് നമ്മൾ ഒരു കേക്കിലേക്ക് കുറഞ്ഞത് 1 കപ്പെങ്കിലും ഇതെടുക്കണം, തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ആണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണെങ്കിലും ഒരു ലെയറിൽ ഒഴിച്ച് കൊടുത്താലേ കേക്ക് ഐസിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ലെയറിലേക്ക് ക്രീം ചെയ്യുകയാണ്. അതിന് നമ്മളുടെ വിപ്പിംഗ് ക്രീം നല്ലപോലെ സ്റ്റിഫായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീം എങ്ങനെ സ്റ്റിഫായിട്ട് വിപ്പ് ചെയ്യാമെന്ന് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും വിപ്പിംഗ് ക്രീം എങ്ങനെ സ്റ്റിഫായിട്ട് വിപ്പ് ചെയ്തെടുക്കാമെന്ന്. ഇപ്പോൾ ആദ്യത്തെ ലെയറിൽ ഞാൻ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പൊക്കത്ത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആൽമണ്ട്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ആൽമണ്ട്സ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുത്താലും നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ബെറീസോ നട്ട്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഇപ്പോൾ അതാ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ക്രീം ചെയ്തിട്ട് നേരത്തെ ചെയ്ത മാതിരി തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് റഫാലോ കേക്ക് ആയതുകൊണ്ട് തന്നെ കോക്കനട്ട് ഫ്ലേക്സ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, സ്വീറ്റഡ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടും. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് വെതറി കൊടുക്കുക. അത് ഞാൻ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇതാ ഞാൻ 2-ാമത്തെ ലെയറിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ലെയറിൽ ഇതുമാതിരി കോക്കനട്ട് മിൽക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ദാ ഫുള്ളായിട്ട് കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണ്. ആ ഒരു സമയം തന്നെ നമുക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, ഈ കണ്ടൻസ്ഡ് മിൽക്കിന് ഒരു അളവില്ല, ഒരു അതൊന്ന് ബോളാക്കാൻ പറ്റണം ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ആ ഒരു അളവിലാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ടത്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് റഫാലോ ബോൾസ് തയ്യാറാക്കാനാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഈ 2 കോക്കനട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഹോളാക്കുക. പിന്നെ നമുക്ക് ഈ റഫാലോ ബോൾസിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കുക. വേണമെങ്കിൽ ചോക്ലേറ്റ് വെക്കുക, അല്ലെങ്കിൽ ആൽമണ്ട്സ് വെക്കുക, എങ്ങനെയാണെന്ന് വെച്ച് വെക്കുക. ഞാനിപ്പോൾ ഒരു ആൽമണ്ട്സ് വെച്ചിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്, വെറുതെ അതിൻ്റെ പുറം ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലാണ്. അതിന് പകരം വേണമെങ്കിൽ ഇത് പുറം മറ്റേ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് തന്നെ കോട്ട് ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഉള്ളിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് വെക്കുക, അതൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ബെറീസ് വെക്കണമെങ്കിൽ അതൊക്കെ വെക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ റഫാലോ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫൈനൽ ഗാർണിഷിങ്ങിനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ കേക്ക് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ സെൻറ്ററിലൊരു പാത്രമോ അല്ലെങ്കിൽ ഒരു കുക്കി കട്ടറോ എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള പോർഷനിലെല്ലാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെതറി കൊടുക്കുകയാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ വെതറുന്നതുകൊണ്ട്, മൊത്തം വെതറുന്നത് കൊണ്ട് ഒരുപാട് അങ്ങോട്ട് ടോപ്പ് ലെയറൊന്നും നല്ലപോലെ ഐസിങ് ചെയ്തെടുക്കണമെന്നില്ല. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഇങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. പിന്നെ ഇത് വേണമെങ്കിലും വൈറ്റ് ചോക്ലേറ്റും ഇട്ട് കൊടുക്കുക ഗ്രേറ്റ് ചെയ്ത്. പക്ഷേ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മധുരമായിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടേക്കുന്നത്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്വീറ്റൻഡ് അല്ല, അൺസ്വീറ്റൻഡ് തന്നെയാണ്. അപ്പോൾ അതാ ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെതറി ഒരു ബ്രഷ് വെച്ച് സൈഡിൽ നിന്നൊക്കെ എക്സസ് ആയിട്ടുള്ളത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ തയ്യാറാക്കിയ റഫാലോ ബോൾസ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്.
പിന്നെ ഇപ്പോൾ ഈ നടുക്ക് വെച്ചത് എന്തെങ്കിലും പേരൊക്കെ എഴുതണമെങ്കിൽ അതൊക്കെ എഴുതാൻ വേണ്ടിയാണ് ആ നടുക്ക് വെച്ചേക്കുന്നത്. ഇനി ഇതിൽ ഞാൻ കുറച്ച് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്, എഡിബിൾ ബീഡ്സ്. അതൊക്കെ ഇഷ്ടമുള്ള മാതിരി ചെയ്യുക. ഇതൊരു ഓർഡർ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിത് മുറിച്ച് കാണിക്കണില്ല. ഇതിന് മുമ്പ് ഞാനൊരു റഫാലോ കേക്ക് തയ്യാറാക്കിയിരുന്നു. ഇതുപോലെ തന്നെ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെയാണ് തയ്യാറാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണിത്. ഞാനിത് കട്ട് ചെയ്യുന്നൊരു വീഡിയോ സ്ട്രോബെറിയൊക്കെ കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. പിന്നെ ആൽമണ്ട്സ് ചോപ്പ് ചെയ്തതൊക്കെ വെച്ച് ഇതപ്പോൾ കട്ട് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്, ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കോക്കനട്ടിൻ്റെ ആൽമണ്ട്സിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഓവനും ബീറ്ററും ഒന്നും വേണ്ടത് തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവരും ആനിവേഴ്സറിക്കോ ബർത്ത്ഡേക്കോ എന്തിനാണെന്ന് വെച്ചാൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. Thank you for watching.